യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള 3 ബേർഡ്സിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്, അതിൻ്റെ ഫ്ലൈയിങ് പ്രത്യേകതകളെക്കുറിച്ചാണ്. ഒന്ന് ലിറ്റിൽ സ്പാരോസ്. കുരുവികളെ കണ്ടിട്ടില്ലേ? കുരുവികൾ എങ്ങനെ പറക്കുന്നത്? കുരുവികൾ എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ 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 ചിറകടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും. ചിറകടിയും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിളിയാണ് സ്പാരോ എന്ന് പറയുന്നത്. ഈ സ്പാരോ പക്ഷേ വലിയ ഉയരത്തിൽ പറക്കത്തില്ല. നമ്മുടെ കാഴ്ചവട്ടത്തിൽ ഇങ്ങനെ പറന്നു നടക്കുന്ന ഒരു കിളിയാണ് സ്പാരോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വൈറ്റ് ക്രെയിൻസ്, വെള്ളക്കൊക്കുകൾ. വെള്ളക്കൊക്കുകൾ അതിൻ്റെ കമ്പാരിറ്റീവ്ലി വലിയ ചിറകുകളാണ്. അതെങ്ങനെ പറക്കുന്നത്? അത് ഫ്ലാപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പിന്നെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യും. ഇത് കുരുവിളേക്കാളും മേലെ ആകാശത്ത് പറക്കുന്ന പക്ഷിയാണ് വൈറ്റ് ക്രെയിൻസ്, വെള്ളക്കൊക്കുകൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പക്ഷി ഏതാണ് ഏറ്റവും ഉയർത്തി പറക്കുന്നത്? റൈറ്റ് ആയിട്ട് ഗസ് ചെയ്തു, ഈഗിൾ. ഈഗിളാണ് ഏറ്റവും ഉയർത്തി പറക്കുന്നത്. ഈഗിൾ എങ്ങനെ പറക്കുന്നത്? ഈഗിളിൻ്റെ നല്ല ബലിഷ്ടമായ ചിറകുകളാണ്. ഈഗിൾ എന്ത് ചെയ്യും? ഒരൊറ്റ ഫ്ലാപ്സ് എന്നിട്ട് പിന്നെ ഗ്ലൈഡ് ചെയ്യും. കുറേ നേരം ഗ്ലൈഡ് ചെയ്യും. ഇടക്ക് മാത്രം ഒരൊറ്റ ഫ്ലാപ്പ്, പിന്നെ ഗ്ലൈഡ് ചെയ്യും. ആൻഡ് ഈഗിൾ ഫ്ലൈസ് എബവ് ദ ക്ലൗഡ്സ് എന്ന് പറയാം. മേഘങ്ങൾക്ക് മീതെ പറക്കാനുള്ള ഒരു കരുത്ത് ഈഗിളിനാണല്ലേ. ഈഗിളിനെ കാറ്റ് നിയന്ത്രിക്കുന്നില്ല, ഈഗിളിൻ്റെ ചിറകുകൾ കാറ്റിനെ നിയന്ത്രിക്കുകയാണ്. കാറ്റിൻ്റെ ഇതനുസരിച്ച് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് അതിന് ഗ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പറക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിറകടിച്ചുകൊണ്ടിരിക്കുന്ന കിളികൾ വളരെ ഉയർത്തി പോകുന്നില്ല. ഇതുപോലെ തന്നെ 3 ടൈപ്പ് മനുഷ്യരുണ്ട്. അവരെന്താണ്? ചില ആൾക്കാർ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഭയങ്കര ആക്ടിവിറ്റിയാണ്. എപ്പോഴും ഓടി നടക്കും, എപ്പോഴും ചൊലിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ചിറകടിച്ചുകൊണ്ടിരിക്കും. ഒരു റെസ്റ്റുമില്ല, ഇങ്ങനെ ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് എന്താ പ്രശ്നം എന്ന് അറിയാമോ? ഇവർക്ക് വലിയ ഉയരത്തിലേക്ക് പറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉയരത്തിലെ കാഴ്ചകൾ ഇവർക്ക് നഷ്ടപ്പെടാൻ. പക്ഷേ പരുന്തിനെ പോലെയുള്ള ചില മനുഷ്യരുണ്ട്, ഇവർ ഭയങ്കര കമ്പോസ്ഡ് ആയിരിക്കും. ഇവരിങ്ങനെ ഫുൾ ടൈം ഒന്നും വർത്താനം പറഞ്ഞ് ബഹളം ഉണ്ടാക്കിടക്കില്ല. ഇവരിങ്ങനെ മെഡിറ്റേഷൻ, ധ്യാനം, പ്രാർത്ഥന. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഗുരുക്കന്മാരെ കണ്ടിട്ടില്ലേ? മലമുകളിലെ സന്യാസിമാരെ കുറിച്ച് കണ്ടിട്ടില്ലേ? ഇവരൊക്കെ ഫുൾ ടൈം ഓടി നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇവരിങ്ങനെ വളരെ നിശബ്ദയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇവർ വെറുതെ ഇരിക്കുന്നതല്ല, ദേ ആർ പ്രാക്ടീസിങ് നോൺ ഡൂയിങ്. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതും ഒരു മെഡിറ്റേഷനാണ്, ഒരു പ്രെയറാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ ആ കാഴ്ചയാണ് കാണുന്നത്. ഈശോയുടെ സിറ്റുവേഷൻ നോക്കണം. ഈശോ വളരെ സാഡാണ്. ഈശോ സാഡായിട്ടുള്ള കാര്യം എന്താ? ഈശോയുടെ കസിൻ ജോൺ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ സങ്കടമായിട്ട് ഈശോ ഒറ്റയ്ക്ക് വഞ്ചി എടുത്ത് മറുകരയ്ക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ വലിയ ജനക്കൂട്ടമാണ്, കുറേ രോഗികൾ ഇങ്ങനെ ഈശോയുടെ അടുത്ത് വരും. അപ്പോൾ ഈശോ എന്ത് ചെയ്ത്? ഈശോയുടെ സങ്കടം പറഞ്ഞിട്ട് ഇവരൊക്കെ സഹായിച്ച് ഇവർ വിശപ്പ് കണ്ടപ്പോഴേക്കും 5 അപ്പം 5000 പേർക്ക് വിളമ്പി കൊടുത്തു. അതാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ ഈശോയുടെ സങ്കടം ഈശോ മറന്നിട്ട് ഇവരെ സഹായിക്കുകയാണ്. അതിനുശേഷം ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഈശോ എന്ത് ചെയ്ത്? ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വഞ്ചി എടുത്തിട്ട് മറുകരക്ക് പോക്കോ, ഞാൻ പിന്നെ വരാം. എന്നിട്ട് ജനക്കൂട്ടത്തൊക്കെ പിരിച്ചു വിട്ടിട്ട് ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി നമ്മൾ വായിക്കുന്നത്. അവൻ രാത്രി ആയപ്പോഴും അവിടെ തനിച്ചിരുന്നു. ഈശോയുടെ ലൈഫ് നോക്കുമ്പോൾ ഇറ്റ് വാസ് ഫുൾ ഓഫ് ആക്ടിവിറ്റീസ്. പക്ഷേ എപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? ഈശോ വിജന പ്രദേശത്തേക്ക് പോയി, ഈശോ മലമുകളിലേക്ക് പോയി ഒറ്റയ്ക്ക്, ബാക്കി എല്ലാവരും പറഞ്ഞിട്ട് ഒറ്റയ്ക്ക്. അതെന്താണ്? ദാറ്റ് ഈസ് പ്രാക്ടീസിങ് നോൺ ഡൂയിങ്. ശാന്തമായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ശാന്തമായിട്ടിരുന്ന ഈശോയ്ക്ക് പിറ്റേ ദിവസം മുഴുവൻ ഫുൾ എനർജറ്റിക് ആയിട്ട് ജനങ്ങളുടെ കൂടെ നിന്ന് അവർക്ക് സൗഖ്യം കൊടുത്ത്, അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റി. വൈ? ബിക്കോസ് ഈശോയ്ക്ക് എല്ലാ രാത്രിയിലും ഈശോ അപ്പനായിട്ട് സംസാരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈശോ ഇങ്ങനെ വളരെ ശാന്തമായിട്ടിരിക്കുകയായിരുന്നു, കമ്പോസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. മക്കളെ, ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റണം. എപ്പോഴും ബഹളവും ആക്ടിവിറ്റീസും ഇങ്ങനെ കുറച്ച് നേരം വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ടിട്ടല്ലേ? അത് വേണ്ട. നമുക്ക് പതുക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്താണ്? വെറുതെ ഇരിക്കാൻ പ്രാക്ടീസ് ചെയ്യാം. ഒരു ഐഡിയ പറയട്ടെ, ഒരു സജഷൻ. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ബെഡൊക്കെ നിങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ബ്രഷൊക്കെ ചെയ്ത് തിരിച്ചു വരുമല്ലോ. തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ ബെഡിലോ നിങ്ങളുടെ ചെയറിലോ നിങ്ങളൊരു 5 മിനിറ്റ്സ് വെറുതെ ഇരിക്കുക. നിങ്ങൾ പ്രെയർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളൊരു 5 മിനിറ്റ്സ് വെറുതെ ഇരിക്കുക. പിന്നെ നിങ്ങളുടെ ദിവസം തുടങ്ങുക. ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾക്ക്.
ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു 5 മിനിറ്റ്സ് ഇങ്ങനെ ഒന്ന് കമ്പോസ്ഡ് ആക്കി നോക്കി, വെറുതെ ഇരുന്ന് നോക്കി, ജീവിതം കുറച്ചും കൂടി ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആവും. എന്താണെന്നറിയാമോ, ഈശോ ഇങ്ങനെ ഇരുന്നത് കൊണ്ടാണ് ഈശോയ്ക്ക് കടലിൽ വലിയ കാറ്റും കോളും ഉണ്ടായപ്പോൾ കടലിൻ്റെ മീതെ നടക്കാൻ പറ്റിയെന്ന് പറയാം. കടലിൻ്റെ മീതെ നടക്കാന്ന് പറഞ്ഞാൽ എന്താ, കടൽ നമ്മുടെ ലൈഫാന്ന് ഓർത്തോ. അവിടെ ഏത് സമയത്തും വലിയ പ്രശ്നങ്ങളുടെ പ്രോബ്ലംസിൻ്റെ കാറ്റടിക്കാം. ഈ കാറ്റ് വകവയ്ക്കാതെ കടലിൻ്റെ മീതെ നടക്കാൻ ഈശോയ്ക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ വിജനപ്രദേശത്തെ അല്ലെങ്കിൽ മലമുകളിലെ ഒറ്റക്കിരിപ്പാണ്. ഈ 5 minutes of sitting every morning and every night before you go to sleep, it will help you to walk over all the problems in your life, to walk over all the എല്ലാ കാറ്റിനെയും മറികടക്കാൻ, എല്ലാ വിഞ്ചിനെയും മറികടക്കാൻ ഈശോ സഹായിക്കും. ഹാവ് എ ഹാപ്പി സൺഡേ.